ഹലോ, സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി ലച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാക്കിയ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. ഒരു കപ്പ് മൈദയും അതിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ കൊക്കോ പൗഡറും ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വെച്ചതാണ്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചസാര പൊടിച്ചതും ഒരു കപ്പ് കേട്ടോ, 3 മുട്ടയും 3 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും 1/2 ടീസ്പൂണ് വാനില എസൻസും ഇത്രയും ആണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ അതാ ഞാൻ മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മുട്ടയുടെ വെള്ള ഒരു പാത്രത്തിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തു. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ പ്ലഫി ആയിട്ട് വരും. പിന്നെ കുറേശ്ശെയായിട്ട് പഞ്ചസാര അങ്ങനെ നമ്മൾ പൊടിച്ച് വെച്ചതുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതാ നല്ലോണം പ്ലഫി ആയി വരുമ്പോൾ നമ്മുടെ മുട്ടേൻ്റെ മഞ്ഞുണ്ടല്ലോ അതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, ഇതുപോലെ സൺഫ്ലവറും പിന്നെ ചേർത്ത് കൊടുക്കുക. ഒക്കെ കുറേശ്ശെയായിട്ട് നമ്മൾ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ, ഒന്നിച്ച് ചേർക്കാൻ പാടില്ല. ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പൊടി നമ്മൾ അരിച്ചു വെച്ച പൊടി ഉണ്ടല്ലോ അത് ഒരു വിസ്ക് വെച്ചിട്ട് പയ്യെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോയിലാവുമ്പോൾ കുറച്ച് സ്പീഡായിട്ടൊക്കെ തോന്നും, അപ്പോൾ പയ്യെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ മുട്ട അങ്ങനെ പ്ലഫി ആയി വന്നതൊക്കെ അങ്ങ് താന്നു പോവും. അപ്പോൾ നമ്മുടെ കേക്കിന് ഹൈറ്റ് കിട്ടൂല. അപ്പോൾ കണ്ടോ, ഇതേപോലെ ഞാൻ ഒരു 3 തവണ ആക്കിയിട്ട് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതാ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ലാസ്റ്റ് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതാ ഞാൻ കുക്കറിൽ തന്നെയാണ് ചെയ്യണത്. കുക്കറിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് പിന്നെ അതിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതാ ഞാനൊരു തവ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു 3/4 മണിക്കൂർ 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ ഇതാ ഇതേപോലെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ഹൈറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഹൈറ്റിൽ വരും കേട്ടോ. പിന്നെ അതാ നമുക്ക് അതിലേക്ക് ഫില്ലിങ്ങിനായിട്ട് ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഫ്രഷ് ക്രീമും പിന്നെ കുറച്ച് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രഷ് ക്രീം ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഞാനിഞ്ഞ് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ നമുക്ക് ക്രീമിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ലോ സ്പീഡിലിട്ടിട്ട് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ സ്പീഡിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് വരെ ചെയ്താൽ ഇത് അതേപോലെ കിട്ടും കേട്ടോ, നന്നായിട്ട് തന്നെ കിട്ടും. പിന്നെ അതാ നമ്മുടെ ചോക്ലേറ്റ് ഗണാഷ് ഒന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിൽ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ബാഗിലൊക്കെ ആക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോവും. അപ്പോൾ അതാ ചോക്ലേറ്റൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് പാലും അതിലേക്ക് നമ്മുടെ ഈ ചോക്ലേറ്റ് ഗനാഷിലെ അതൊരു സ്പൂണും കുറച്ച് പഞ്ചസാരയും കുറച്ച് മിൽക്ക് മെയ്ഡും ചേർത്തിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ എല്ലാം ചോക്ലേറ്റ് തന്നെ ആക്കാൻ വിചാരിച്ചു. അപ്പോൾ ലച്ചുമോക്ക് ചോക്ലേറ്റിനോട് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തു. പിന്നെ അതാ ഞാൻ ക്രീം കുറച്ചെടുത്തിട്ട് ഉള്ളിൽ കൊടുക്കുന്ന ക്രീമിന് ചോക്ലേറ്റിൻ്റെതും കൂടിയും കൊടുക്കുകയാണ്. അപ്പോൾ അതാ കുറച്ച് അതിന് 2-3 സ്പൂണ് എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഞാൻ കേക്ക് ബോർഡൊക്കെ വെച്ച് കൊടുത്തു. എല്ലാ കേക്കും ചെയ്യണ പോലെ തന്നെ ഓരോ ലെയർ എടുത്തുകൊണ്ട് നമ്മുടെ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ക്രീമും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൽ ഫില്ലിംഗ് ആയിട്ട് ഞാൻ ചോക്ലേറ്റ് ചിപ്സും പിന്നെ അത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റ് ഗണാഷും കൂടെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ ക്രീമൊക്കെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് കുറച്ചാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതാ നമ്മുടെ ചോക്ലേറ്റ് ഗണാഷ് അതൊന്ന് കുറച്ചാക്കി കൊടുത്തു. എന്നിട്ട് അതൊന്ന് സ്പാച്ചില വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ചോക്ലേറ്റ് ചിപ്സ് കുറച്ച് അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് കേക്ക് കഴിക്കുമ്പോൾ കടിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലർക്ക് അങ്ങനെ കടിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇവിടെയൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ 2ാമത്തെ ലെയറും വെച്ച് കൊടുത്തു. ഞാൻ 4 പീസാക്കിയിട്ടാണ് കേട്ടോ മുറിച്ചിട്ടുള്ളത്.
ഞാൻ കേക്കിൻ്റെ ബാറ്റർ മിക്സിയിലല്ലല്ലോ ചെയ്തത്. മിക്സിയിലാവുമ്പോൾ നമുക്ക് ഹൈറ്റ് കുറച്ച് കിട്ടുള്ളൂ. ഇതുപോലെ നമ്മൾ മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കിയിട്ട് വൈറ്റ് ഇതേപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഹൈറ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ ദാ ഞാൻ പിന്നെയും ക്രീമൊക്കെ വെച്ച് കൊടുത്തു, കുറച്ച് ക്രീം ഒഴിച്ചു കൊടുത്തു, പിന്നെ സ്പാച്ചില കൊണ്ടൊന്ന് ചെയ്ത് കൊടുത്തു. പിന്നെ ദാ ചോക്ലേറ്റ് ചിപ്സ് ഇട്ടു കേട്ടോ. അതേപോലെ തന്നെ 4 ലെയറും അതേപോലെ തന്നെ ചെയ്യാട്ടോ. നമ്മുടെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അയയ്ക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയറും കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ അതാ ഞാൻ 4 ലെയറും അതുപോലെ വെച്ചിട്ടോ. എന്നിട്ട് ക്രീമൊക്കെ കൊണ്ട് ഫുള്ളൊന്ന് കവർ ചെയ്തിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ ബാക്കി ഇതൊക്കെ കൊടുക്കണത് കേട്ടോ. ഇതാ കണ്ടോ, ഇതുപോലെ നമുക്ക് സെറ്റായിട്ട് കിട്ടും. പിന്നെ ഞാൻ നമ്മുടെ വൈറ്റ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് തന്നെ കുറച്ച് ഞാൻ ചോക്ലേറ്റ് ആക്കാതെ വെച്ചിരുന്നല്ലോ, അതെടുത്തിട്ട് ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. മുകളിലൊക്കെ കണ്ടോ, എൻ്റെ അടുത്തുള്ള സ്പാച്ചില ചെറുതാണ്, അപ്പോൾ ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് വലിയ സ്പാച്ചില വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ചെറുതേ ഉള്ളൂ. ഇതാ കണ്ടോ, അതുപോലെ ഒന്ന് എല്ലായിടും ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. പിന്നെ ഇതാ ഞാൻ ഷേപ്പാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സ്ക്രാപ്പർ എടുത്തിട്ട് ഒന്ന് സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇതൊക്കെ ആമസോണിൽ നിന്ന് ഇങ്ങനെ ഒരു സെറ്റായിട്ട് മേടിച്ചതാണ്. വലിയ റേറ്റൊന്നുമില്ല, റേറ്റ് ഇപ്പോൾ എത്ര ഞാൻ ഓർക്കുന്നില്ല, കുറേ മുന്നേ വാങ്ങിയതാണ്. പിന്നെ ഇതാ അതിന് ശേഷം ഞാൻ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ, അതിങ്ങനെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് അങ്ങനെ മതിയെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ലച്ചുമോക്ക് പിന്നെ ഇങ്ങനെ പോരാ, ഫുള്ള് ചോക്ലേറ്റ് ആവണം എന്നൊക്കെ പറഞ്ഞു. അവളൊരു ചോക്ലേറ്റ് പ്രേമിയാണ്. അപ്പോൾ ചോക്ലേറ്റ് ഫുള്ള് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഫുള്ള് ചോക്ലേറ്റ് കവർ ചെയ്തു കേട്ടോ. ഞാൻ ചോക്ലേറ്റ് ഒഴിച്ചതിന് ശേഷം സ്പാച്ചില കൊണ്ട് ഒന്നും ഇങ്ങോട്ട് ഷേപ്പാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ അത് ഞാൻ ഫുള്ള് ചോക്ലേറ്റ് കവർ ചെയ്തു. പിന്നെ ഒരു പാത്രം ഇങ്ങനെ മുകളിൽ കേക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ആ റൗണ്ട് ഷേപ്പ് കൂടെ ഒരു പൈപ്പിംഗ് ബാഗിൽ ചെറിയൊരു ഹോളാക്കിയിട്ട് വിപ്പിംഗ് ക്രീം ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു സിമ്പിൾ വർക്കാണ് ഞാൻ ചെയ്യണത്. കണ്ടോ കണ്ടോ, ഇതേപോലെ ആയിരിക്കും. ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഒരു 2-3 റോസാപ്പൂവും കൂടെ വരച്ചു കൊടുത്തു കേട്ടോ. പിന്നെ അവൾ പേരൊന്നും എഴുതണ്ട പറഞ്ഞു. ഒരു ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു സ്റ്റിക്കാണ് വെച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്